നമസ്കാരം. ഒരു രാത്രി ഉറങ്ങിയുണർന്നപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈയും ചൂരൽമലയും ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ഉരുൾ പൊട്ടിക്കുതിച്ച് പാഞ്ഞെത്തിയ പ്രളയം നക്കിത്തുടച്ചെടുത്തത് ഒരു നാട്ടിലെ ജനജീവിതമാണ്. കേരളം ഇന്നോളം കണ്ടതിൽ ഏറ്റവും ഭയാനകമായ ദുരന്തം. ദുരന്തത്തിൽ മരവിച്ചു നിൽക്കുകയാണ് ലോകം. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ തുടർക്കഥയാവുകയാണ്. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തം കേരളത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കി. മുണ്ടക്കൈയിൽ 2 വാർഡുകളിലായി 3000-നടുത്ത് ജനസംഖ്യയാണുള്ളത്. 2 ഉരുൾപൊട്ടലുകളാണ് ഇവിടെ ഉണ്ടായത്. ചൂരൽമലയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ. പൊതുവെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പരിസ്ഥിതി മേഖലയാണിത്. അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണമെന്നാണ് വിലയിരുത്തുന്നത്. രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ അതീവ ദുഷ്കരമാണ്. പ്രതികൂല കാലാവസ്ഥയും വില്ലനായി മാറി. 100ഓളം പേർ ഒരു റിസോർട്ടിൽ കുടുങ്ങിപ്പോയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി ആർമി സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടാതെ രക്ഷാപ്രവർത്തനത്തിനായി ഡ്രോണുകളും പോലീസ് നായ്ക്കളും ഉപയോഗിക്കുമെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറുകയാണ് വയനാട്. ഒരു നാടൊന്നാകെ ഉരുൾപൊട്ടലിൽ ഇല്ലാതാകുന്ന കാഴ്ച. അതിതീവ്ര മഴയാണ് പെയ്തത്. ദുരന്തം നടന്ന് 13 മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിൽ എത്താനായത്. അത്രയേറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ ഉരുൾപൊട്ടലിൽ നിരവധി പേരാണ് മരിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ആരുടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചയാണ് വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ചയായി ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ 50 മുതൽ 70% വരെ അധിക മഴയാണ് ലഭിച്ചത്. കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. 2018-ലെ മഹാപ്രളയത്തിന് ശേഷം പെട്ടിമുടിയിലും കവളപ്പാറയിലും പുത്തുമലയിലും മലവെള്ളപ്പാച്ചിലിൽ ജീവിതങ്ങൾ മറഞ്ഞു പോയത് നമ്മുടെ കൺമുന്നിലാണ്. കേരളത്തിൽ നടക്കിയ കവളപ്പാറ, പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമായതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം. വയനാട്ടിൽ കഴിഞ്ഞ 2 ആഴ്ചയായി തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ മണ്ണിന് ആഗിരണം ചെയ്യാനാവുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നത് ബ്ലാക്ക് ലാറ്ററേറ്റ് എന്ന് വിളിക്കുന്ന മണ്ണാണ്. അധികം കഠിനമല്ലാത്ത വെള്ളം പെട്ടെന്ന് കുടിക്കുകയും പെട്ടെന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരുതരം മണ്ണാണിത്. അതിശക്തമായ മഴ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ എല്ലാ വെള്ളവും ഭൂമിയിലേക്ക് ആഗിരണം ചെയ്യാൻ മണ്ണിന് കഴിയില്ല. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഈ പ്രദേശം ജനവാസത്തിന് അനുയോജ്യമല്ലാത്തതും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്ന മേഖലയുമായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്ത കാലത്താണ് കുടിയേറ്റത്തിന്റെ ഭാഗമായി ആളുകൾ ഇവിടെ എത്തുന്നത്. കാട് വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടമാക്കിയ പ്രദേശമാണിത്. തോട്ടം തൊഴിലാളികളാണ് ഏറെയും താമസിക്കുന്നത്. ടൂറിസത്തിന്റെ ഭാഗമായി ചില റിസോർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് അധിക മഴയ്ക്ക് കാരണമായത്. വയനാട്, പുത്തുമലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 372 മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അത്രയും മഴ പെയ്യുമ്പോൾ അത് താങ്ങാൻ അനുയോജ്യമായതല്ല നമ്മുടെ ഭൂപ്രകൃതി എന്നത് എടുത്തു പറയണം. ജൂലൈ മാസത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. 2019-ൽ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലുണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.